നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ ട്രാവലർ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് ചാലക്കുളത്തായിരുന്നു സംഭവം. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാമ്പ്ര ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാംഗം ഫാദർ ഹെൽവസ്റ്റ് റൊസാരിയോ റോമിലെ പൊന്തിഫിക്കൽ ലാട്രിൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. ഇടവകകളുടെ അജപാലന പരിവർത്തനത്തിൽ ഇടവക വികാരിയുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ ട്രാവലർ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് ചാലക്കുളത്തായിരുന്നു സംഭവം. അമിത വേഗതയിൽ വന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് മാണിമക്കത്തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ മേത്തല സ്വദേശി ഷൈൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാമ്പ്ര ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ ഇടപെടൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഇടപെടലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചാൽ 30-40 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാലാണ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു പനി വന്നാൽ മരുന്ന് ലഭിക്കാൻ ആവശ്യമായ ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാവും. എന്നാൽ കേരളത്തിൽ നമുക്ക് ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലും വൈദ്യശാസ്ത്ര മേഖലയുടെ എല്ലാ തട്ടുകളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പഴയ പ്രൈമറി ഹെൽത്ത് സെൻ്റർ FHC കൂടുതൽ സൗകര്യങ്ങളോടെ OPയും ലബോറട്ടറിയും ഒക്കെ ആയിട്ട് അത് വികസിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സതീശൻ, KA ഇക്ബാൽ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ KK രവി നമ്പൂതിരി, MU കൃഷ്ണകുമാർ, ഷിജ നസീർ, ജോബി ശിവൻ, മോളി വർഗീസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ഐരാണിക്കുളം GHSS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ല പരിശ്രമത്തിൽ നിന്ന് ഇപ്പോൾ 153 കുട്ടികളായി 2 അക്കം കടന്ന് 3 അക്കത്തിലേക്ക് വിദ്യാലയത്തിന്റെ സ്ട്രെങ്ത് എത്തി നിൽക്കുന്നത്. ഈ 3 അക്കം എന്നുള്ളത് 3 അക്കത്തിൽ തന്നെയാണെങ്കിൽ പോലും കൂടുതൽ കുട്ടികളുള്ള ഒരു വിദ്യാലയമായി ഇത് മാറട്ടെ എന്നാണ് ആദ്യമായി ആശംസിക്കാനുള്ളത്. 33 കുട്ടികൾ SSLCക്ക് എഴുതി 100% കഴിഞ്ഞ 14 വർഷക്കാലമായി വിജയം നേടുന്നു. 6 കുട്ടികൾ ഫുൾ A+ വാങ്ങിയ കുട്ടികളായി നിൽക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ 12ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിദ്യാലയത്തിൻ്റെ യാത്രാ സൗകര്യവും മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മികച്ച ഒരു അക്കാദമിക് നിലവാരത്തിലേക്ക് വരാൻ ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുത തന്നെ. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S രാധിക, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PS സന്തോഷ് കുമാർ സമ്മാന വിതരണം നിർവഹിച്ചു. പ്രധാനാധ്യാപിക PM ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ലിയോ, നന്ദിത വിനോദ്, SMC ചെയർമാൻ CP ശ്രീനിവാസൻ, PTA പ്രസിഡന്റ് രഹാനെ കിഷോർ, മുൻ പ്രധാനാധ്യാപകരായ CB സുധ, PN സുധീഷ്, OSA സെക്രട്ടറി PV അരുൺ, P ജോബി, MU സുരേഷ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ അന്നമനടയിലെ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ, VA തിലകൻ, അബ്ദുൽ കരീം, PD ജോസ്, നൌഷാദ് വാളൂർ, അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, MH ഫൈസൽ, KK രവി നമ്പൂതിരി, രാഹുൽ, വിജയൻ, സാനി ചക്കാലക്കൽ, ഡേവിസ് കുര്യൻ, VG സുമേഷ്, VA ഫസൽ എന്നിവർ നേതൃത്വം നൽകി.
നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ മാളയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി ടൗണിൽ സമാപിച്ചു. ഇന്ദിരാ ശിവരാമൻ, ജോഷി കാഞ്ഞൂത്തറ, AC ജോയ്, ഡേസി തോമസ്, KR പ്രേമ, ഷേർലി ജോയി, സന്തോഷ് ആത്തപ്പള്ളി, വത്സൻ പഴുക്കര, മറ്റു പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇത് വരാൻ പോകുന്ന 8 മാസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് തിരിച്ചു വരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇന്നിവിടെ കടന്നിരിക്കുന്നത്. ഇവിടെ കൂടിയ ഈ ആഹ്ലാദ പ്രകടനത്തിൽ ഇവിടെ എത്തിയ മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് കോൺഗ്രസ്. കോട്ടപ്പുറം രൂപതാംഗമായ ഫാദർ ഹെൽവെസ്റ്റ് റൊസാരിയോ റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. ഇടവകകളുടെ അജപാലന പരിവർത്തനത്തിൽ ഇടവക വികാരിയുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ്. ഫാദർ ഹെൽവെസ്റ്റ് റൊസാരിയോ അരിപ്പാലം തിരുഹൃദയ പള്ളി ഇടവകാംഗമായ പരേതനായ പോൾ റൊസാരിയോയുടെയും മാഗി റൊസാരിയോയുടെയും മകനാണ്. കോട്ടപ്പുറം രൂപത KCSL ഡയറക്ടർ, തുരുത്തിപ്പുറം ജപമാല രാജ്ഞിപ്പള്ളി വികാരി, കുറ്റിക്കാട് കൂർക്കമറ്റം സെന്റ് ആന്റണീസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ്, സെന്റ് ആന്റണീസ് സെമിനാരി വൈസ് റക്ടർ, തൃശൂർ തിരുഹൃദയം മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ്, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് പള്ളികളിൽ സഹവികാരി എന്നീ നിലകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ ട്രാവലർ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് ചാലക്കുളത്തായിരുന്നു സംഭവം. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാമ്പ്ര ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാംഗം ഫാദർ ഹെൽവെസ്റ്റ് റൊസാരിയോ റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. ഇടവകകളുടെ അജപാലന പരിവർത്തനത്തിൽ ഇടവക വികാരിയുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.